ഹായ്, ഇന്ന് എൻ്റെ കൂടെ CPX സ്റ്റോക്കിലുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സുപരിചിതമായ രണ്ട് മോഹങ്ങളാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ഹക്കീം ഷാ ആൻഡ് സോന. താങ്ക് യു. എല്ലാം അടിപൊളി, സുഖം. ഓക്കെ, രാവിലെ മുതൽ ഈ മാരത്തോൺ ഇന്റർവ്യൂസ്. ഇപ്പോൾ കടകനാണ് നമ്മുടെ വിശേഷം. കടകന് പോകുന്നതിന് മുമ്പേ ഞാൻ നോക്കുമ്പോഴായാലും ഇൻസ്റ്റാഗ്രാമിൽ തമ്മിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഹക്കീം ഷാ അടിച്ചു കൊടുക്കുമ്പോൾ ഹക്കീം ഷാജഹാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആൾക്ക് DP ഇല്ല, ഹക്കീം ഷാ എവിടെയാണ് ഇങ്ങനെ സെർച്ച് ചെയ്തോടി. അപ്പോൾ ഈ ഹക്കീം ഷാജഹാൻ എന്നുള്ള പേര് എന്നിട്ടുണ്ടെങ്കിൽ ഹക്കീം ഷായിലേക്ക് നമുക്ക് ചുരുക്കാം എന്നുള്ളൊരു സാധനം വന്നു. എൻ്റെ ശരിക്കും പേര് ഹക്കീം ഷാജഹാൻ എന്നാണ്. ഹക്കീം ഷാ എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സും പിന്നെ അവിടുത്തെ സാർ സജീവ് സാറൊക്കെ കൂടി ഇങ്ങനെ വിളിക്കുമല്ലോ, ഹക്കീം ഷാ അങ്ങനെ വിളിച്ച് ആയ പേരാണ് ഹക്കീം ഷാ. പിന്നെ ഞാനത് ഓക്കെ രസമുണ്ടല്ലോ, പിന്നെ മാറ്റാനൊന്നുമില്ല. അവിടുത്തെ പെർഫോമൻസിലും കാര്യങ്ങളിലൊക്കെ ഹക്കീം ഷാ, ലൈക്ക് വൈകുന്നേരം 6:30 പെർഫോമൻസ് ഉണ്ട്, ഒരു മിനിറ്റ് അല്ല 1 മണിക്കൂർ നാടകം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഹക്കീം ഷാ എന്നുള്ള രീതിയിലാണ് ഇവർ പ്രിൻ്റ് അടിക്കുക, അങ്ങനെ പോവുക. അപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റാൻ നിന്നില്ല, അത് പിന്നെ ഒരു രസമാണല്ലോ എന്ന് ഞാൻ കരുതി. നസറുദ്ദീൻ ഷാ എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, ഇവിടെ വെയിൽ കഴിഞ്ഞിട്ട് ഓക്കെ, അത് 2022 അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. എവിടെ പോയി ഏട്ടാ, എവിടെയായിരുന്നു? ഞാൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ്. അപ്പോൾ കോളേജ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, അതുകൊണ്ട് ഇപ്പോൾ കുറച്ചാൾ നാട്ടിലുണ്ട്. പക്ഷെ ആ ടൈമിൽ ഓമേരി ലൈല കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. വേറെ എന്താ ചെയ്യുന്നത്? ഈ ഇതിനു മുമ്പായിട്ട് സ്റ്റഡി തന്നെയായിരുന്നു? ഞാൻ പഠിക്കുമായിരുന്നു. പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് ഇനി വർക്ക് ചെയ്തില്ല. ഇനി അങ്ങോട്ട് സിനിമയാണോ ഫുള്ള്? അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം, നോക്കാം കിട്ടട്ടെ. ഓക്കെ, നമുക്ക് കടകനിലേക്ക് വരാം. കടകൻ്റെ 2 സോങ്സ് ആണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ട്രെയിലർ ഇല്ല, ടീസർ ഇല്ല. അപ്പോൾ ഓഡിയൻസിന് എന്താണെന്ന് അറിയണം. എന്താണ് കടകൻ? ട്രെയിലർ താമസിയാതെ നമ്മൾ ഇറക്കുന്നുണ്ട്. ട്രെയിലർ ഇപ്പോൾ ഏകദേശം വർക്ക് ചെയ്ത് കഴിഞ്ഞു, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം സോങ് ഇറക്കാം, അങ്ങനെ ആദ്യം ട്രെയിലർ ഇറക്കണം, ആദ്യം സോങ് ഇറക്കണം, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം സോങ് ഇറക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. കടകൻ ഒരു ഫാമിലി ഡ്രാമയാണ്, ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് വിത്ത് ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ പാക്ഡ് ആണ്. കുറച്ച് സ്റ്റൈലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര് സജിൽ മമ്പാടെന്നാണ്. പുള്ളിയുടെ ആദ്യ സംവിധാന പരിപാടിയാണ്, സിനിമയാണ്. അതുപോലെ എല്ലാവരും ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ഇതിനകത്ത്. പ്രൊഡ്യൂസർ പുതിയ ആളാണ് ഇതിനകത്ത്. ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ഞാനും സബയും പിന്നെ ഫായിസ് എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. പുള്ളിയുടെയും ഫായിസിൻ്റെ ആദ്യത്തെ പടമാണ്. ഞങ്ങൾ 3 പേരാണ് ഇതിനകത്തൊരു ടീമായിട്ട് നിൽക്കുന്നത്. പിന്നെ ജസി നല്ല അടിപൊളിയായിട്ട്, ജസി നന്നായിട്ട് DOP ചെയ്തിട്ടുണ്ട്, വളരെ രസമായിട്ട് തന്നെ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷമീറാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, ഗോപിച്ചനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും ഏകദേശം പടത്തിലും മൊത്തം 4-5 ഫൈറ്റ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിലൊരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട വേഫെയർ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്കറിയാം വേഫെയർ അങ്ങനെയൊന്നും പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം വളരെ നോക്കി കണ്ട് സെലക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് പടം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഫാക്ടർ. പിന്നെന്താ പറയുക, ഈ പറയുന്ന പോലെ വളരെ രസകരമായിട്ട് തന്നെ ഇതിൻ്റെ ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാത്തരം ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു പ്യുവർ എൻ്റർടൈനറാണ്. പേരിലുള്ള കടകൻ അതുപോലെ അടിസിനിമയാണോ അത്? അല്ലേ, അത് നമ്മൾ ഈ കേൾക്കുന്ന പോലെ നമുക്കെല്ലാവർക്കും അറിയാലോ, അതൊരു അടവാണ്. മറ്റേ ഇതിനകത്തുള്ള ഒരു അടവാണ്, കളരിയിലുള്ള ഒരു അടവാണ്. കടകം, പുഴിക്കടകം എന്നൊക്കെ പറയുന്ന പോലെ യോധയിലൊക്കെ നമ്മൾ കേൾക്കില്ല, ലാലേട്ടൻ പറയണേ എന്താണ് കടകം, കടകത്തിലൊഴിവ്, പിന്നെ അശോകനെന്ന് പറയില്ല അങ്ങനെ. പക്ഷെ ഇത് കളരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കടകൻ എന്ന് പറയുന്ന പടം എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് യോജിച്ചതാണെന്നുള്ളത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അത് ഈ എൻ്റെ കഥാപാത്രം കുറച്ച് ഗ്രേ ആണ്,
കുറച്ച് സെൽഫിഷാണ്, കുറച്ച് സ്വന്തം കാര്യം നോക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം കാര്യം നോക്കുന്ന, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ നമുക്ക് അറിയാം, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു 90%. ഞാനും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണിത്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ കടകൻ എന്തുകൊണ്ടും ഇയാൾക്ക് യോജിച്ച പേര് തന്നെയാണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ മൂഡിന് യോജിച്ച പേര് തന്നെയാണ്. പിന്നെ ഞങ്ങൾ കടകൻ റിവീൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്, അതിന് വേറൊരു ട്രാക്കുണ്ട്. സിനിമയിൽ കടകൻ എങ്ങനെയാണ് റിവീൽ ചെയ്യുന്നത് കണ്ടു മനസ്സിലാക്കുക. ആ ആദ്യത്തെ പാട്ടില് കാണുമ്പോൾ ഭയങ്കര ഫുൾ അടിയും ബഹളവും ചവിട്ടും കൊതുന്ന് പറയുന്ന പാട്ടില്. രണ്ടാമത്തെ പാട്ടിൽ കുറച്ചുകൂടെ റൊമാൻറ്റിക് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. എല്ലാം ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ റൊമാൻസ് വേറെ തന്നെയാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ അല്ല, വേറൊരു ട്രാക്കാണ് ഇതിനകത്ത് റൊമാൻസ് കിടക്കുന്നത്. ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട ഒരു സാധാരണക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. മണികണ്ഠൻ ചേട്ടൻ്റെ സിസ്റ്റർ, ഹക്കിമിൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. നിങ്ങൾ ഇത് ലൊക്കേഷനൊക്കെ എവിടെയാവുന്നത്? എല്ലാം ആക്ച്വലി കഥ മുഴുവൻ റിയൽ ലൈഫ് സ്റ്റോറീസാണ്, ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ് മുഴുവൻ എടുത്തിരിക്കുന്നത്. സജിലിൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു ഷൂട്ട്. മമ്പാടുകാരനാണ് സജിൽ. അപ്പോൾ നിലമ്പൂർ മമ്പാട് ഏരിയയിലായിരുന്നു മുഴുവൻ ഷൂട്ട് നടന്നിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ തീരത്ത് ജീവിക്കുന്ന കുറച്ച് ആളുകളും അവിടെ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളുമാണ് കഥ. നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ഇൻസിഡൻസുകൾ, അങ്ങനത്തെ ഐ മീൻ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു സിനിമാറ്റിക് ആയിട്ട് നമ്മളത് യോജിച്ച് വെച്ചേക്കുന്നതെന്നുള്ളൂ. ഇത്രയും കാലം ചെയ്തൊരു ക്യാരക്ടറിന് ഇപ്പോൾ ഹക്കീം ഷാ ചേട്ടൻ കുറേ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കടകനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലം ഞാൻ ചെയ്ത സിനിമകളിലെ ക്യാരക്ടർ എന്നല്ലാതെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലൊന്നും കൊടുക്കാത്തൊരു സാധനം എനിക്ക് ഇതിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ശാരീരികമായിട്ടുള്ള അധ്വാനമാണ് ഇതുവരെ കൊടുക്കാത്ത സിനിമകൾ. അത് ഇതിനകത്ത് വളരെ അധികം കൊടുത്തിട്ടുണ്ട്. 15-18 ദിവസത്തോളം ഫൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ പടം മൊത്തത്തിൽ 35 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഫൈറ്റ് പുൾ ഓഫ് ചെയ്യുക എന്നുള്ളത് വളരെ ടയറിങ് ആണ്. അതായത് ഈ കാണുന്ന അമ്പലത്തിൻ്റെ ഫൈറ്റൊക്കെ, ആ കാണുന്ന പോസ്റ്ററിലുള്ള ഫോട്ടോയൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു. ലൈക്ക് നമ്മൾ രാത്രി 3 മണി വരെ ഫൈറ്റ് ചെയ്തിട്ട് 3 മണി കഴിഞ്ഞ് പിന്നെ എന്നെ എടുത്തുകൊണ്ട് കൊണ്ട് ബെഡിൽ കിടത്തണം. കാരണം നമ്മൾ അത്ര ആ ഫൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും. ബേസിക്കലി ആ പാട്ടിൽ നമ്മൾ ഫൈറ്റ് ഇട്ടിട്ടില്ല, കാരണം ഓഡിയൻസിന് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി എന്താണ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ളൂ. പാട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നേരിട്ട് കണ്ടു. ഐ മീൻ ഈ ഷൂട്ടിലൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹക്കീം അത്രയും ടയേർഡായി ഇരിക്കുമ്പോൾ ഫൈറ്റ് മാസ്റ്റർ ഞാൻ സൈഡിൽ മീൻസ് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിസിക്കലി. അതാണ് ഇതുവരെ ഒരു സിനിമയിൽ ഞാൻ ഇത്രയും ഫിസിക്കലി. പിന്നെ ഒരു നാടൻ അടി അങ്ങനത്തെ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെ എന്തായിരിക്കും? ഈ സിനിമയിലേക്ക് ഞാൻ ഇങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ കൊടുത്ത് അങ്ങനെ എക്സ്ട്രാ ക്യാരക്ടറിനൊരു ഡിഫറെൻ്റ് ആക്കി എടുക്കുന്നത്. ഐ മീൻ നിലമ്പൂർ മലപ്പുറം ഒരു സ്ലാങ്. അപ്പോൾ ഡബിങ്ങിൽ അത് കുറച്ചധികം കഷ്ടപ്പെട്ടു ഞാൻ. പക്ഷെ സജിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അല്ല, ആ സ്ലാങ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? അത് ഇടുക്കിക്കാരനല്ലേ? അത് കുറെയൊക്കെ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോ നമ്മൾ പറയും പോലെ അല്ലല്ലോ, യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത് വളരെ വ്യത്യസ്തമായിട്ടാണ്. വ്യത്യസ്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അത്ര വിദൂരമല്ല അവരുടെ ഭാഷ. പക്ഷെ നമുക്കത് പുൾ ഓഫ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അത് ആ ക്യാരക്ടറിൽ വർക്ക് ചെയ്യാൻ, ഐ മീൻ അവരുടെ ഡയലക്റ്റിൽ വർക്ക് ചെയ്യാൻ എനിക്ക് അത്ര ടൈം കിട്ടിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ 1.5 ആഴ്ച മുന്നെയാണ് ഞാൻ കഥ കേൾക്കുന്നതും ഞാൻ ഇന്നാവുന്നതും വെറും 1.5 ആഴ്ച കൊണ്ടാണ്. പിന്നെ അതിനകത്ത് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഡയലോഗ് ശരിയാക്കി. അപ്പോൾ പിന്നെ മാത്രമല്ല, ഒരുപാട് പ്രാദേശികമായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ആ ഏരിയ ഞാൻ പിടിച്ചത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ തന്നെ പിടിച്ച ക്യാരക്ടേഴ്സും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഈ സജിലാണ് സംവിധായകൻ, എഴുത്തുകാരനൊക്കെ സജിലാണ്. സജിലിൻ്റെ ആദ്യത്തെ സിനിമ കൂടിയാണ്.
അങ്ങനെ ഒരാൾ കഥ പറയുമ്പോൾ അത് അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യാമെന്ന് തോന്നിക്കാനുള്ള കുറേ ഫസ്റ്റത്തെ ആളാണ്, അങ്ങനെ മുന്നേ സിനിമ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു അങ്ങനത്തെ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഉള്ളിൽ. ഉറപ്പായിട്ടും ഒരാൾ അങ്ങനെ പറയുമ്പോൾ സംശയമുണ്ടാവും. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിത് ഇവൻ ഈ പറഞ്ഞ പോലെ 23-24 വയസ്സുള്ളൂ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സജിന് അത്രയും വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 23 വയസ്സെന്ന് തോന്നുള്ളൂ, ഇപ്പോഴത്താണ് 24 ആയെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അവൻ അത്രയും പ്രായം കുറവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ബേസിക്കലി നോക്കുന്നത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് കഥ കേട്ടപ്പോൾ തോന്നിയത്. മാത്രമല്ല രണ്ടാമത്തെ കാര്യം നോക്കുന്നത് എനിക്കെന്താണ് ഇതിനകത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, ഈ ക്യാരക്ടറിന് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതെന്ന് നോക്കും. എന്നാലേ എനിക്കെന്തെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്താലേ ഓഡിയൻസിന് അത് എക്സ്പീരിയൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പടം തുടങ്ങി പകുതി ആയപ്പോഴാണ് മനസ്സിലായത് ഈ ചെക്കനാകെ 23-24 വയസ്സുള്ളതാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ ഇത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുമായിരുന്നു. നമുക്കൊരു പ്രീ കൺസീവ് നോഷൻ വരില്ലേ ഇങ്ങനെ പുൾ ഓഫ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഞാൻ ഈ കഥ കേട്ട സമയത്ത് എനിക്ക് ഡൗട്ടുള്ളൊരു 3-4 ഏരിയ ഞാൻ അവനോട് ചോദിച്ചു, ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകണം. പുള്ളിയുടെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ നല്ല കൺവിക്ഷൻ ഉള്ളൊരു ഡയറക്ടറായിട്ട് എനിക്ക് അവിടെ വെച്ചേ മനസ്സിലായി. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ പോയി ഇപ്പോൾ ഞാൻ ചത്ത് കിടന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ല. ഡയറക്ടർക്കൊരു ബോധം ഉണ്ടാവണം, ഡയറക്ടർക്ക് അതെങ്ങനെ വരണം എന്നൊരു ധാരണ വേണം, എന്നാലേ പടം നന്നാവുള്ളൂ. ഇപ്പോൾ എന്നാൽ മാത്രമേ പടം ജനങ്ങൾ കാണുകയുള്ളൂ, അല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പാട് മുഴുവൻ വെറുതെയാണ്. അതുകൊണ്ട് പിന്നെ എന്തുകൊണ്ടോ എനിക്ക് മനസ്സിലായി ഇവന് അറിയാമെന്നുള്ളത്. പടം ഇപ്പോൾ റിലീസായി, ഇന്നലെ ആയിരുന്നു ഫൈനൽ മിക്സ്. പടം വേറെ ലെവൽ വന്നിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. സജിൽ ഈ പറയുന്ന പോലെ മലയാള സിനിമയിലെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇനി സജഷൻസ് ഒക്കെ പറയായിരുന്നോ ഇങ്ങനെ ചെയ്യും? സജഷൻസ് ഉണ്ട്, വേണമെന്നോ വേണ്ടാന്നോ എല്ലാം വ്യക്തമായിട്ട് തന്നെ പറയും. ഈ പറയുന്ന പോലെ അവൻ ഡയറക്റ്റ് ചെയ്യുന്നത് 10-35 വർഷത്തോളം സിനിമയിലുള്ള അശോകൻ ചേട്ടനെ പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലെയെന്ന് ചോദിക്കുമ്പോഴേ പറ്റില്ല ചേട്ടാ, നമുക്കത് അങ്ങനെ പറ്റില്ല എന്ന് നമ്മൾ ഓപ്പണായിട്ട് തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വേണ്ടത് അയാളത് ചോദിച്ച് മേടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു ഡയറക്ടറാണ് സജിൽ. അടിപൊളിയാണ്. സാറിനൊക്കെ എങ്ങനെ ഒരു ഇതുണ്ടായിരുന്നോ കഥ കേൾക്കുമ്പോൾ? എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ആൾക്ക് ഭയങ്കര ക്ലാരിറ്റി ഓഫ് തോട്ടാണ്. എന്ത് നമ്മൾ ചോദിച്ചാലും ഇത് ക്ലിയർ ആയിട്ട് നല്ല ആൻസേഴ്സ് തരും. പിന്നെ നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയും. അതിന് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ഇങ്ങനെയാണ് എമോഷൻസ്, ഇങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ മൈൻഡിൽ ഇതൊക്കെയാണ് തോട്ട്സ്, ഇതിന് മുന്നേ ഈ സീനാണ്. അപ്പോൾ ആള് ഭയങ്കര ഒരു പോസിറ്റീവ് ആളാണ് എപ്പോഴും. നമുക്ക് ഭയങ്കര കംഫർട്ട് തോന്നും പോയി ചോദിക്കാൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേടിയൊന്നുമില്ല. പിന്നെ ആൾ യങ്ങാണ്, എല്ലാവരുടെ കൂട്ടത്തിലും നമ്മളുടെ ഒരാളായിട്ട് നമ്മൾ ഒരു ഫാമിലി പോലെയായിരുന്നു. ശരിക്കും ആദ്യം കഥ കേട്ടപ്പോൾ എന്ത് തോന്നി? എനിക്ക് ഇതിൻ്റെ അസോസിയേറ്റ് ബിച്ചു ചേട്ടനാണ് കഥ പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ഇതിലൊരു സീൻ ഉണ്ട്, അത് കേട്ടപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു. ഇവിടെയോ കഥ കേട്ടപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഇന്നായിരുന്നല്ലോ. അല്ല, ക്യാരക്ടറിനെ കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണെന്ന് മനസ്സിലാവുകയും എനിക്ക് ഇതിനകത്ത് പുതിയ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടാനുണ്ടെന്നും ഞാനതിലൂടെ ജീവിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ നല്ല രസമായിട്ട് തന്നെ അത് വന്നു. അത് കഥ കണ്ട സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതങ്ങനെ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായി പോകും. അറിയാതെ ഇയാൾ കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള, കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ളൊരു, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, ഒറ്റ ബുദ്ധിക്കാരൻ എന്നൊക്കെ പറയുന്ന, ഇച്ചിരി തലതെറിച്ച, പറഞ്ഞ അനുസരണ ഇല്ലാത്ത, റിബലായിട്ടുള്ള, അങ്ങനെ ഏത് തരത്തിലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള, ഏത് തരത്തിലൊരു റഗ്ഗിഡ എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ കൊമേഴ്ഷ്യലായിട്ട് എനിക്കിത് കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ആദ്യമുള്ളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ചെയ്യാറായോ, ഞാനിപ്പോൾ ചെയ്യണോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിട്ടുകളയാൻ തോന്നിയില്ല. കൊള്ളാം, ഇത് ചെയ്യണം എന്നുള്ളൊരു അടിപൊളിയായിരുന്നു. ഭാഗ്യത്തിന് മമ്മൂക്ക തലേന്ന് പ്രണയവിലാസം കണ്ടിട്ടുണ്ടായി. അങ്ങനെ ജാഫർക്കയും അശോകൻ ചേട്ടനൊക്കെ ഡയറക്ടറിനെ പ്രൊഡ്യൂസറിനെ വിളിച്ചു പറഞ്ഞു, അത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ലോട്ടറിയാണ്, ബ്രേക്ക് ചെയ്യേ, ഞങ്ങൾ സഹകരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല, അവർ സഹകരിച്ചു. ഒരാഴ്ചത്തോളം പടം ബ്രേക്ക് ചെയ്തു. കോൺഫിഡൻസ്, നമുക്കറിയില്ല ഇപ്പോൾ എങ്ങനെയാണ് ഓഡിയൻസ് എടുക്കണേന്ന്. ആ ഒരു കൈൻഡ് ഓഫ് വൈബിൽ ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ത്രൂ ഔട്ട് ഇങ്ങനെ